എടുക്കാം. അവതാരകർക്ക് കോള് വന്നു പോയി ഗൈസ്. വൈകുന്നേരം നമുക്ക് ഇത് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബ്ലോഗിൽ ബൈ. അങ്ങനെ പടക്കൊക്കെ സെറ്റായി, പിള്ളേർ സെറ്റ് ഓണായി. പിന്നെ എല്ലാ വർഷത്തെയും പോലെ നമ്മൾ അമ്മമാർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം സദ്യ കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ LPG ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് സദ്യ ഇല്ലായിരുന്നു. നമ്മൾ ലളിതമായി ഒതുക്കി. ഇത് ജെസ്സിസ് പിക്കിൾ. ഞാൻ പറഞ്ഞില്ലേ സുധിന്, ജെസ്സിസ് പിക്കിൾ. വെജ് വരുമ്പോൾ ഒരു കുപ്പി കൊണ്ടുവരാം. ഇത്തവണ പായസം മാത്രം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഉണ്ടാക്കിയതാണ് പായസം, അച്ഛനും അമ്മയും കൂടി. ആഹാ, ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അങ്ങനെ അവർ ശാന്തമായി ഉറങ്ങാൻ തുടങ്ങി. ഒരു പൊട്ടിത്തെറിക്ക് മുന്നേയുള്ള ശാന്തതയെന്നും വേണമെങ്കിൽ പറയാം. വൈകുന്നേരമായി അവർ വെയിറ്റ് ചെയ്ത് പടക്കം പൊട്ടിക്കാനുള്ള സമയം. ഡാർക്ക് ആവാൻ നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരും. അങ്ങനെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. ചക്രവും കമ്പിത്തിരിയും ഒക്കെ ആയിട്ട് ആകെ ബഹളമായിരുന്നു. പിന്നെ അവരുടെ മോസ്റ്റ് ഫേവറേറ്റ് സാധനമാണ് മറ്റേ ക്യാപ്പ്, ഗണ്ണ്. എനിക്കാണെങ്കിൽ അത് ഭയങ്കര പേടിയാണ് ഗൈസ്. പിന്നെ മൊത്തത്തിൽ ബഹളം ഓരോന്നോരോന്നായി കത്തിക്കാനായി. അങ്ങനെ ആകെ മൊത്തത്തിൽ ഫയർ ആൻഡ് കളറായിരുന്നു. അപ്പം ശരി, ടാറ്റാ.